എഫെസ്യർ 3-ാം അതിന്റെ 5-6 വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഇങ്ങനൊരു തലമുറയെ ദൂതന്മാർ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിച്ചതെന്നറിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഈ വാഗ്ദത്തങ്ങൾ കേട്ട് അതിശയിച്ചു പോയിട്ടുണ്ടാകും. എന്താ പറയുന്നത് നോക്കേ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ, ഹല്ലേലൂയ, അതോ ജാതികൾ, ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞത്, ഇസ്രായേലോ താൻ തിരഞ്ഞതിനെ പ്രാപിച്ചില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, കൂട്ടവകാശികൾ. ഹല്ലേലൂയ. ഒന്ന് കൂട്ടവകാശമാ. ഹല്ലേലൂയ. എനിക്ക് അവനോടൊരു അവകാശമുണ്ട്. ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൂതന്മാർ കുനിഞ്ഞു നോക്കിയെന്നറിയുന്ന ഒരു തലമുറയുടെ മുൻപിൽ? ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിനകത്തും മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. പുരോഹിതന്മാരോട് മാത്രം സംസാരിച്ചിരുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ ആഗ്രഹിക്കുന്ന ചില കൂട്ടത്തിന്റെ നടുവിൽ മാത്രം അനുഗ്രഹത്തെ കൊടുത്തിരുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ഇവിടെ പറയുക, അവൻ ജാതികൾക്ക് താൻ കൂട്ടവകാശം കൊടുക്കുകയാ. അവൻ ജാതികൾക്ക്, ഹല്ലേലൂയ, അവൻ ജാതികളുമായി ഏക ശരീരവും, ഹല്ലേലൂയ, അവന്റെ വാഗ്ദത്തത്തിന്റെ പങ്കാളിത്തം, ഹല്ലേലൂയ, അവൻ ജാതികൾക്ക് കൊടുക്കുകയാ. ഹല്ലേലൂയ. നമ്മളെ കേവലം മനുഷ്യരായിട്ട് കാണുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുകയാ, പിതാവ് എന്തിനാണോ പുത്രനെ ലോകത്തയച്ചത്, ഹല്ലേലൂയ, പിതാവ് എന്തുദ്ദേശത്തോടെയാണോ തൻ്റെ പുത്രനെ ലോകത്തോട്ട് അയച്ചത്, ആ ഉദ്ദേശം ഇന്ന് നിറവേറി വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.